സ്പോർട്സിൻ്റെ ഈ ഒരു സീസൺ ഒരു കാത്തിരിപ്പിന് വിരാമമിടുന്ന ഒരു സീസണായിരുന്നു. ഒരുപാട് ടീമുകളുടെ കാത്തിരിപ്പ് അവസാനിച്ച കൊല്ലമാണ് 2025, അല്ലെങ്കിൽ ഈ ഒരു സീസൺ എന്ന് പറയുന്നത്. അവിടെ 120 വർഷത്തിൻ്റെ ആ ഒരു കാത്തിരിപ്പ് അവസാനിക്കുകയാണ് ക്രിസ്റ്റൽ പാലസിൻ്റെ. ആ കാണികളുടെ ഒരു സന്തോഷം നമ്മൾ ആലോചിക്കുകയാണ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ കുറ്റം പറയാൻ ആരാധകരൊക്കെയാണ്. കാരണം എന്താ, ഒരു കപ്പൂല അടിക്കണില്ല. 70 വർഷത്തിന് ശേഷം ന്യൂ കാസ്റ്റിൽ, 93 വർഷത്തിന് ഗോ അഹെഡ് ഈഗിൾസ് എന്ന് പറയുന്ന വേറൊരു ഫുട്ബോൾ ക്ലബ്ബാണ്. 51 വർഷം ബോൾ ഓടിക്കുന്നു. പല വ്യക്തികളുണ്ടാവും ഓല് ഭയങ്കര ശാമ്പാണെന്നൊക്കെ പറയും. ഓല് ടീമൊക്കെ ഒന്നും ചിലപ്പോൾ കപ്പ് കിട്ടൂല. അപ്പോൾ ഹാരിക്കെയിന് അത്രത്തോളം 16 വർഷങ്ങൾ കപ്പില്ലാതെ. എല്ലാവരും ട്രോളാർ ഉപയോഗിക്കുന്ന ഒരു സാധനം ഈ സ്ഥലമൊക്കെ തമ്മിൽ. പക്ഷെ ഇക്കൊല്ലം സംഭവിച്ചു എന്നുള്ളതാണ്. ഇനി ഒന്നും പറഞ്ഞിട്ടല്ല RCBനെ എന്നെ കളിയാക്കാൻ ഒരാരാധകരും പറ്റൂല. സംഭവം കപ്പിൻ്റെ എണ്ണത്തിൽ മറ്റു ടീമുകൾക്ക് ഉണ്ടെങ്കിലും കപ്പില്ല എന്ന് പറയുന്നതിൽ നിന്ന് RCB എന്തായി മുക്തമായി. പക്ഷെ ഇതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു മിറാക്കിൾ ഇയർ ഏതാണെന്നറിയോ? 2004 UCL കപ്പടിച്ച എല്ലാ ടീമുകളും, മ്യൂണിച്ചിൽ വെച്ച് നടന്ന ഫൈനലുകൾ കപ്പടിച്ച എല്ലാ ടീമുകളും അവരുടെ ആദ്യത്തെ UCLാണ് നേടുന്നത്. ബാംഗ്ലൂരിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിക്കപ്പെട്ട ഒരു രാത്രിയായിരുന്നു ആ രാത്രി. അതും ബാംഗ്ലൂരിന് അത്രയും ക്രിക്കറ്റ് അത്രയും സ്നേഹിക്കുന്ന ഒരു നാടാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു സീസൺ സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു, ഒരു കാത്തിരിപ്പിന് ഒടുവിൽ ഒരു വസന്തം വിടർന്നു വരുന്നത് പോലെ ഇങ്ങനെ ഞങ്ങളുടെ എല്ലാ ടീംസും ഇങ്ങനെ കപ്പടിച്ചു. രണ്ടായിരത്തി 2025 തുടങ്ങിയപ്പോൾ നമ്മങ്ങനെ ആലോചിച്ചിരുന്നു എങ്ങനെയൊക്കെ ഈ വർഷം എന്നുള്ളതൊക്കെ. പല വർഷങ്ങൾ പല രീതിയിലാണ് അടയാളപ്പെടുത്താറ്. കൊറോണ വർഷം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ 2025 എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു സ്പോർട്സിൻ്റെ ഈ ഒരു സീസൺ ഒരു കാത്തിരിപ്പിന് വിരാമമിടുന്ന ഒരു സീസണായിരുന്നു. പ്രത്യേകിച്ച് ആരാധകർക്ക് എന്താണ്, കുറേ കപ്പുകൾ കിട്ടാത്തവർക്ക് കപ്പുകൾ കിട്ടുന്നു. ഒരുപാട് കാലത്തെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങളൊക്കെ എന്നൊരു വലിയൊരു വസന്തകാലം എന്ന് പറയില്ല, കാത്തിരിക്കും വസന്തകാലം തിരിച്ചു വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു വരൾച്ച അവിടെ അവസാനിക്കണ ഒരു ക്ഷേമകാലം വന്ന പോലെ. ഏകദേശം നമ്മൾ അറിഞ്ഞ ടീമുകളൊന്നല്ല, നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചപ്പോൾ ഒരുപാട് ടീമുകളുടെ കാത്തിരിപ്പ് അവസാനിച്ച കൊല്ലമാണ് 2025, അല്ലെങ്കിൽ ഈ ഒരു സീസൺ എന്ന് പറയുന്നത്. ഈ ഒരു സീസണിനെ മിറാക്കിൾ സീസൺ എന്നാണ് ഫസ്റ്റ് വിശേഷിപ്പിച്ചിരുന്നത്. മിറാക്കിളാണ്. പിന്നീട് തിരുത്തി, മിറാക്കിളല്ല. മിറാക്കിൾ എന്ന് വെച്ചാൽ എന്താണ്, 1-2 സംഭവിക്കുകയാണ് മിറാക്കിൾ. ChatGPT ഒക്കെ മിറാക്കിൾ എന്നാണ് പറയാൻ തോന്നുന്നുണ്ട്. പക്ഷെ പിന്നീട് തിരുത്തുണ്ട്. കാരണം എന്താ വെച്ചാൽ മിറാക്കിൾ അല്ലത്. എന്താണ് മിറാക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതം. അത് അത്ഭുതം 1-2 സംഭവിക്കില്ല. പക്ഷെ ഇത് ഈ ഒരു സീസണിലെ പല ടീമുകളും വ്യത്യസ്ത മേഖല, ക്രിക്കറ്റുകളിൽ, ഫുട്ബോളിൽ നമ്മൾ അറിയാത്ത ഒരുപാട് മേഖലകളിലൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് എന്താണ്, ഒന്ന് ന്യൂ കാസ്റ്റൽ യുണൈറ്റഡിൻ്റെ ഒരു വിജയം. മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 70 വർഷത്തിന് ശേഷമാണ്. പിന്നെ 120 വർഷം ക്രിസ്റ്റൽ പാലസ്. ഈ ക്രിസ്റ്റൽ പാലസിൻ്റെ ആ ഒരു ആരാധകൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. 120 വർഷം എന്താണ് ഒന്നുമില്ലാതിരുന്നിട്ട് ഈ ഒരു ആരാധകരൊക്കെ ഇങ്ങനെ ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ക്ലബിൽ നിന്ന് കിട്ടാതെ അവർക്കൊന്നും അറിയില്ല. ശരിക്കും ആ സിറ്റിനായിട്ടാണ് ആ കളി വരുന്നത്, FA കപ്പ് ഫൈനൽ. ഇപ്പോൾ സിറ്റി തന്നെ ഭയങ്കര തകർച്ചയിൽ, ഇനി അഥവാ ഒരു കിട്ടാനുള്ള കപ്പ് എന്നുള്ള നിലയ്ക്ക് വരുമ്പം അവിടെ 120 വർഷത്തിൻ്റെ ആ ഒരു കാത്തിരിപ്പ് അവസാനിക്കുകയാണ് ക്രിസ്റ്റൽ പാലസിൻ്റെ. ആ കാണികളുടെ ഒരു സന്തോഷം നമ്മൾ ആലോചിക്കുകയാണ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. റിയൽ കാണികൾ അല്ലെങ്കിൽ റിയൽ ആരാധകർ എന്ന് പറയുന്നത് ശരിക്കും ഈ പറയുന്ന ആരാധകരാണ്. കാരണം ബാക്കിയുള്ളവരൊക്കെ കപ്പ് കണ്ട് അല്ലെങ്കിൽ കപ്പ് ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ നമുക്ക് ആരാധകർക്ക് നല്ല ആഹ്ലാദം ഉണ്ടാവും. ഒരുപാട് വർഷം ആ ടീമിന് പിന്നാലെ ഇങ്ങനെ കാത്തിരുന്ന് ഇങ്ങനെ കൊണ്ടിരിക്കും. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സൊക്കെ ഈ കുറച്ച് കൊല്ലാകുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ കുറ്റം പറയാൻ ആരാധകരൊക്കെയാണ്. കാരണം എന്താ, ഒരു കപ്പൂല അടിക്കണില്ല. സീസൺ തുടങ്ങുമ്പോൾ ഒരുപാട് ആളുകളുണ്ടാവും ഗാലറിയിൽ. തോൽവി ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞ ഒരു സീസൺ പകുതി കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റൊക്കെ കുറയും. സ്റ്റേഡിയം അല്ല ഒരു ബിഗ് ബാഷ് ലീഗിൽ എന്തുണ്ട്, ഹൊബാർട്ട് ഹാരിക്കെയിൻസ് എന്ന് പറയുന്നൊരു ക്ലബ്ബ് 14 വർഷത്തിന് ശേഷം ചെയ്തു കപ്പടിക്കുന്നു. 70 വർഷത്തിന് ശേഷം ന്യൂ കാസ്റ്റിൽ, 93 വർഷത്തിന് ഗോ അഹെഡ് ഈഗിൾസ് എന്ന് പറയുന്ന വേറൊരു ഫുട്ബോൾ ക്ലബ്ബാണ്. 51 വർഷം ബോൾ ഓടിക്കുന്നു. ബോളോ കാലങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു ചരിത്രം കുറിച്ചിരുന്നാണ് ഇതിന് മുമ്പ് ബോളോ ഇറ്റാലിയനിൽ. ഇതേമാതിരി ഇപ്പോൾ ടീമുകൾക്ക് പുറമെ വ്യക്തികൾ, ഒരുപാട് പല വ്യക്തികളുണ്ടാവും. ഓല് ഭയങ്കര ശാമ്പാണെന്നൊക്കെ പറയും. ഓല് ടീമൊക്കെ ഒന്നും ചിലപ്പോൾ കപ്പ് കിട്ടൂല. അപ്പോൾ ഹാരിക്കെയിന് അത്രത്തോളം 16 വർഷങ്ങൾ കപ്പില്ലാതെ. അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയറിൽ നിന്ന് മാറി ബുണ്ടസ്ലീഗയ്ക്ക് വന്ന് പറയാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ ബയൺ മ്യൂണിച്ച് 10-11 വർഷം ബുണ്ടസ്ലീഗ അടിച്ചുകൊണ്ടിരിക്കണേ.
എന്നിട്ട് ആ സീസണിലേക്ക് വന്നു. ആ സീസണിൽ ബുണ്ടസ്ലീഗ നഷ്ടപ്പെട്ടു. അപ്പോൾ അന്നും അവിടെ ശാപെന്ന് ശപിക്കപ്പെട്ടു ഹാരി കെയ്ൻ. പിറ്റത്തെ സീസണിൽ ഈ വർഷം അദ്ദേഹത്തിന് എന്തായി ബുണ്ടസ്ലീഗ കിട്ടി. അദ്ദേഹത്തിൻ്റെ 16 വർഷത്തിൽ ആദ്യത്തെ കരിയറിലെ ആദ്യത്തെ ഒരു ട്രോഫി കിട്ടുകയാണ്. ഒരിക്കലും നമുക്കൊന്ന് സഹിക്കാൻ പറ്റുമോ അങ്ങനത്തെ ഒരു സാധനം. ഇപ്പോൾ IPL RCB കപ്പടിച്ച് ഇത്ര കൊല്ലം, പക്ഷേ കോഹ്ലിക്ക് എന്തുണ്ട് ഇതിന് മുമ്പ് വേൾഡ് കപ്പുകൾ ഉണ്ടെന്നെങ്കിലും പറയാം. ഹാരി കെയ്ൻ അങ്ങനത്തെ ഒരു സാധനം തന്നെയില്ല. എല്ലാവരും പറയാം ഹാരി കെയ്ൻ ഉണ്ടോ, ആ തീർന്ന് ഹാരി കെയ്ൻ ടോട്ടനാമിൽ നിന്ന് പോയി ഇക്കൊല്ലം ഫസ്റ്റ് കപ്പടിക്കാൻ മറ്റേ ഹാരി കെയ്ൻ അടിച്ച്. ഹാരി കെയ്ൻ എല്ലാവരും ടോട്ടനത്തിനെ കുറിച്ച് പറയാം. അപ്പോൾ ടോട്ടനം അടിച്ച് സണ്ണ് അതേപോലെ തന്നെയാണ് ഹാരി കെയ്നും കോഹ്ലി ഒരു കണക്ഷൻ ഉള്ള കാര്യമാണല്ലോ. അപ്പോൾ ഹാരി കെയ്ൻ അടിച്ചു, അപ്പോൾ കോഹ്ലി കൺഗ്രാറ്റ്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശേഷം കോഹ്ലി അടിക്കുന്നതും അതുപോലെ ഒരു മിറാക്കിൾ എന്നല്ല അത്രയൊരു ഇത് പറയാം. പിന്നെ 18ാം നമ്പർ ജേഴ്സിയിൽ RCB 18ാം സീസണിലാണ് അദ്ദേഹം കളിക്കുന്നത്. അതും എല്ലാവരും പ്രതീക്ഷിക്കാം. അഥവാ ഇനി ഫൈനലിലെത്തി, ഇതിന് മുമ്പ് ഫൈനലിൽ തോൽക്കുമെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുക. അങ്ങനെ ആ ഫൈനലിൽ ജയിക്കുന്നു. ഫൈനലിൽ ഏകദേശം കൈവിട്ടു എന്നിടത്ത് നിന്ന് RCB തിരിച്ചടിച്ചൊരു ഫൈനലാണത്. ഒരിക്കലും പറയാതിരിക്കുക. കാരണം നമ്മൾ ഇത്രത്തോളം സീസണാണെങ്കിൽ 18 സീസൺ എത്തിയപ്പോൾ 18ാമത്തെ കപ്പടിക്കും എന്നുള്ളതിൽ എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പം എല്ലാവരും പറയുന്നു ആ കപ്പ് വേറെ തരാം, ചായ കപ്പ് തരാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ട്രോൾ ചെയ്തത്. കാരണം ഈ സാല കപ്പ് നമ്മേ എന്നുള്ളതാണ് അവരെല്ലാ കൊല്ലം ഉയർത്തിപ്പിടിക്കാത്തത്. പക്ഷേ അതിന് ശേഷം അവിടുത്തെ ഒരു പൊളിറ്റീഷ്യൻ DK ശിവ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയാണ്, അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കപ്പടിച്ചപ്പോൾ ഈ സാല കപ്പ് നംദു നമ്മളുടെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ്. കാലങ്ങളായിട്ട് കേൾക്കണം ഈ സാല കപ്പ് നമ്മുടെ എല്ലാവരും ട്രോളാരും ഉപയോഗിക്കുന്ന ഒരു സാധനം ഈ സാല കപ്പ് നംദ്. പക്ഷെ ഇക്കൊല്ലം സംഭവിച്ചു എന്നുള്ളതാണ്. ഇനി ഒന്നും പറഞ്ഞിട്ടല്ല RCB എന്നെ കളിയാക്കാൻ ഒരാരാധകരും പറ്റൂല. സംഭവം കപ്പിൻ്റെ എണ്ണത്തിൽ മറ്റു ടീമുകൾക്ക് ഉണ്ടെങ്കിലും കപ്പില്ല എന്ന് പറയുന്നതിൽ നിന്ന് RCB എന്തായി മുക്തമായി. കപ്പ് അവർ അടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഹാരി കെയ്നെ പറഞ്ഞതുപോലെ തന്നെയാണ് ഹാരി കെയ്ൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ടോട്ടൻഹാമിലുണ്ടായിരുന്ന സൺ ഹ്യൂമിൻ 15 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കിരീടമായിരുന്നു. അങ്ങനെ ഹാരി കെയ്ൻ പോയി. ഈ വർഷം ഓലൊരു മേജർ ട്രോഫി ഒരു നേടി. ടോട്ടൻഹാമിനെ സംബന്ധിച്ച് ടോട്ടൻഹാം നേടി 2025 പക്ഷെ ഇതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു മിറാക്കിൾ ഇയർ ഏതാണെന്നറിയോ? 2004 2004 ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നത് റയൽ മാഡ്രിഡ് അല്ല, ബാഴ്സല. അപ്പോൾ PSG ഈ അടുത്ത PSG കാര്യം നമുക്ക് പറയണം. PSG ഈ അടുത്താണ് ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നത്. അങ്ങനെ ഒന്നല്ല, പോർട്ടോ ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുണ്ട് 4 മൗറീനിയോൻ്റെ കീഴിൽ. പോർട്ടോ 4 ചാമ്പ്യൻസ് ലീഗ്. ലാ ലീഗ് അടിച്ചത് റയലോ ബാഴ്സ അത്ലറ്റിക്കോ വലൻസിയ. പിന്നെ കോപ്പാടെ റയൽ മാഡ്രിഡ് തോൽപ്പിച്ചിട്ട് റയൽ സർഗോസ അടിച്ച്. സർഗോസ എന്ന് വെച്ചാൽ വളരെ ചെറിയ ടീമുകളാണ്. ഇതൊക്കെയാണ് കപ്പടിക്കണത്. ബുണ്ടസ്ലീഗയിൽ വെർഡൻ ബെർണാം എന്ന് പറഞ്ഞൊരു ഇതടിച്ച് ഒലിവർ ഖാൻ്റെ ബയേണിനെ തോൽപ്പിച്ചിട്ട് ഇവർ കപ്പടിച്ച് അന്നത്തെ കൊല്ലം. 2004 ഇതേപോലെ ഒരു മിറാക്കിൾ ഇയർ ആയിരുന്നു. അതിന് ശേഷം കാലങ്ങൾക്ക് ഇപ്പം എന്തായി 2025 PSG. നമ്മൾ ഇക്കൊല്ലം എല്ലാവരും PSG എന്നുള്ളതിനപ്പുറം PSG ഇങ്ങനത്തെ ഒരു ഭാഗ്യമില്ലായ്മ കൊണ്ട് മാത്രം കപ്പടിക്കാതിരുന്നൊരു ടീമാണ് കാലങ്ങളായിട്ട്. ആ ഫൈനലെത്തിയിട്ട് ഒരു ഗോളിനൊക്കെ അത് എംബപ്പെ, നെയ്മർ, അങ്ങനെ പ്രഗത്ഭരായ എല്ലാ പ്ലേയേഴ്സുമായിട്ടും കപ്പ് എത്തിയില്ല എന്നുള്ളടത്തൊരു കൈവിട്ടു. എൻ്റെ ഒരു വീഡിയോ അങ്ങനെ കാണാം. മറ്റേ PSൻ്റെ ഓണർ അറബിയാണല്ലോ, അദ്ദേഹം ഇങ്ങനെ ഒരുപാട് പ്ലേയേഴ്സിനെ കൊണ്ടുവരും, എന്നിട്ട് ഇങ്ങനെ നോക്കും. അവിടെ എത്തിയാണ്ട് അവസാനം തോൽക്കും. അവസാനം ഇപ്പോൾ ഡെമ്പലൊക്കെ ഉള്ള അടങ്ങിയ ടീം, അത് ലൂയിസ് എൻറിക്കിൻ്റെ കീഴിൽ ബാഴ്സേനെ മുമ്പ് കപ്പടിപ്പിച്ച് ആ ഒരു അത്രയും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം വന്നാണ്ട് കപ്പ് നേടി കൊടുക്കണ ഈ ഒരു ഇത് പറയുമ്പോൾ PSക്ക് അതും ഓല ആദ്യത്തെ യൂസിൽ നേടിക്കൊടുക്കുന്നത്, അത് അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുത് തന്നെയാണ്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ട്രോൾ കിട്ടിയുള്ളത് എംബാപ്പയ്ക്കാണ്. കാരണം ഇവിടുത്തെ അങ്ങനെ പോയി അവിടേക്ക് അവിടെ ചാൻസ് കിട്ടിയില്ല, അല്ല ഇവിടെ അവർക്ക് കിട്ടും ചെയ്തു എന്നുള്ളതാണ്. അത് PSനെ കപ്പടിച്ചതിന് ഇപ്പം കൂട്ടി വായിക്കേണ്ട സംഭവമുണ്ട്. ഈ മ്യൂണിച്ചിൽ, ജർമ്മനിയിൽ മ്യൂണിച്ച് അലയൻസ് അരീനയിൽ അല്ലെങ്കിൽ മ്യൂണിച്ചിൽ വെച്ച് നടന്ന UCL ഫൈനലുകളെല്ലാം കപ്പടിച്ചത് ആ ടീമിൻ്റെ ആദ്യത്തെ കപ്പായിരിക്കും എന്നാണ്. UCL കപ്പടിച്ച എല്ലാ ടീമുകളും മ്യൂണിച്ചിൽ വെച്ച് നടന്ന ഫൈനലുകൾ കപ്പടിച്ച എല്ലാ ടീമുകളും അവരുടെ ആദ്യത്തെ UCLാണ് നേടുന്നത്. പിന്നെ ഒന്ന് ആ കപ്പ് ലൂയിസ് എൻറിക്കയ്ക്ക് ശരിക്കും നേടണം. ഒന്ന് അദ്ദേഹത്തിൻ്റെ മകള്, ആരാധകർ ആ ഫോട്ടോ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു വികാരമാണ്. അത് കളിക്കപ്പുറം അത് ഫാമിലിയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന് മുമ്പ് നമ്മൾ റൊണാൾഡോയുടെ ഒരു അന്ന് ലിവർപൂള് ക്ലബല്ല, ലിവർപൂളായിരുന്നു 7ാം മിനിറ്റിൽ എന്ത് ചെയ്ത് കളി നിർത്തി വെച്ചിട്ട് മരിച്ചുപോയ തൻ്റെ മക്കൾക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥന പോലെ നെവർ വാക്ക് അലോൺ എന്നുള്ള അവരുടെ സ്പോർട്സും നിങ്ങളൊപ്പം ഉണ്ട് എന്ന് അറിയിക്കുന്നു. നിങ്ങളൊറ്റയ്ക്കല്ല, ഞങ്ങൾ കൂടെയുണ്ട്, നെവർ വാക്ക് അലോൺ എന്ന് പറയാം. ഇപ്രാവശ്യം ലിവർപൂൾ കപ്പടിച്ചിട്ട് ലിവർപൂളിൻ്റെ കഴിഞ്ഞ കോച്ച് ക്ലോപ്പ് അനൗൺസ് ചെയ്യണില്ല, കഴിഞ്ഞ കോച്ച് ക്ലോപ്പാണ് അനൗൺസ് ചെയ്യുന്നത് ആൻഫീൽഡിൽ.
അങ്ങനത്തെ ഒരു സാഹചര്യം ക്ലോപ്പ് അനൗൺസ് ചെയ്തത്. ഇക്കൊല്ലം കപ്പടിച്ചതിന് ശേഷം എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കോച്ചിൻ്റെ അടുത്ത് വന്ന് ചോദിക്കണം എന്താണ് ഈ സമയത്ത് പറയുന്നത്. അദ്ദേഹം മൈക്ക് മേടിച്ചിട്ട് ക്ലോപ്പ് 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 എന്നൊരു ചാൻഡ് ചെയ്തിട്ട് നെവർ വാക്ക് അലോൺ എന്നുള്ള ആ നെവർ വാക്ക് അലോൺ എന്ന് പറയുന്നത് ലിവർപൂളിൻ്റെ എക്കാലത്തെ ഒരു ആൻതമാണ്. അത് ഭയങ്കര രസമാണ്. ആൻഫീൽഡ് മൊത്തം റെഡിഷ് കളറിൽ എണീച്ചത് നെവർ വാക്ക് അലോൺ എന്നുള്ള ആ ഒരു ആൻഡ് ഇങ്ങനെ ചൊല്ലുമ്പോൾ ആ ഒരു സാഹചര്യം, അതായത് ഫുട്ബോളിനപ്പുറം ഫുട്ബോളിലുണ്ടാകുന്ന ഒരുപാട് മനോഹരമായ കാഴ്ച ഉണ്ട്. അതാണ് ഈ വിരാമം കുറിക്കാന്നുള്ളത്. ഞാൻ ഇത് ക്രിക്കറ്റിക്കായാലും എല്ലായിടത്തും എന്തായാലും എന്തുണ്ട്, ഓരോ ഇയറിലും ഓരോ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഇപ്രാവശ്യം IPL ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. പക്ഷേ ഈ ചെറിയൊരു പ്രായത്തിലുള്ള രാജസ്ഥാനിലെ പ്രിവൻഷനൊക്കെ ഇങ്ങനെ സെഞ്ചുറി, അത് എക്സ്പീരിയൻസ് ആണ്. മഹേന്ദ്ര സിംഗ് ധോണിയുടെ ടീമിനെതിരെ അത് വളരെ കുറഞ്ഞ ബോളുകളിൽ 35 ബോളിലാണ് അവിടെ അടിച്ച് കയറുന്നത് പ്രിവൻഷൊക്കെ. അതായത് അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ നോക്കിക്കാൻ നമ്മളെ പ്രായത്തിലുള്ള ഒരു വിദ്യാർത്ഥി അതെ SSLC എഴുതിയിട്ടില്ല, SSLC എഴുതാൻ പോകുള്ളൂ. അവർക്ക് ഈ അടുത്ത് മറ്റേ പ്രായം കുറഞ്ഞ താരത്തിനുള്ള എമർജിംഗ് പ്ലെയറിൻ്റെ അവാർഡ് കിട്ടിയ സൂപ്പർ സൈക്കറോ എമർജിംഗ് പ്ലെയറിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് IPL. അത് കിട്ടിയപ്പോൾ കിട്ടിയുള്ളത് ഈവിടെ കാറാണ്. ട്രോൾ വന്നത് ലൈസൻസ് ഇല്ലാത്ത ചെക്കർക്കാണ് ഇവിടെ കാറ് കൊടുത്തതെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നൊന്ന് ഇപ്രാവശ്യം 18 വർഷത്തെ കാത്തിരിപ്പ് എന്നുള്ളതായിരുന്നു കോഹ്ലിയുടെ പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ അത് കോഹ്ലി അല്ല ടീമിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളതാണ്. എല്ലാവരും പറയുന്നത് കോഹ്ലി ഉള്ളതുകൊണ്ടാണ് കപ്പടിക്കാത്തത്, അല്ലെങ്കിൽ കോഹ്ലിയാണ് ഇതിന് ശാപം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ കോഹ്ലിക്ക് വേൾഡ് കപ്പ് കിട്ടാൻ പാടില്ല എന്നുള്ളതാണ് അതിനെല്ലാവരും പറയുന്നൊരു മറുപടി. ഈ കപ്പ് യഥാർത്ഥത്തിൽ കോഹ്ലി അർഹിച്ചിരുന്നോ എന്നുള്ള ചർച്ച ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ പറ്റിയൊരു പ്രശ്നം നടന്നല്ലോ ഇതിന് ശേഷം, സ്റ്റേഡിയത്തിലെ ആഘോഷങ്ങൾക്കിടയിലുള്ള മരണവും കാര്യങ്ങളൊക്കെ അതൊരിക്കലും അങ്ങനെ നടക്കരുതായിരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട്. ബാംഗ്ലൂരിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിക്കപ്പെട്ട ഒരു രാത്രിയായിരുന്നു ആ രാത്രി. കാരണം അത്ര അവർ 18 ഇപ്പുറത്ത് അതും ബാംഗ്ലൂരിന് അത്രയും ക്രിക്കറ്റ് അത്രയും സ്നേഹിക്കുന്ന ഒരു നാടാണ്. അതാണത്. അതിനപ്പുറം IPL എന്ന് വെച്ചാൽ 3 ടീമിൻ്റെ ലേബലിലാണ്. ഒന്ന് RCB, ഒന്ന് ചെന്നൈ, ഒന്ന് മുംബൈ. ചെന്നൈക്ക് മുംബൈക്ക് 5 കപ്പ് 20 പ്രവർത്തനമുണ്ട്. ഇപ്പോഴത്തെ RCB കപ്പില്ലാതെ 18 അല്ലെങ്കിൽ ഇരുന്നിട്ട് 18 സീസൺ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും 10 സീസൺ ആരുടെ കയ്യിലാണ്? മുംബൈയും ചെന്നൈ. RCBക്കാർ ആകെ പറഞ്ഞിരുന്ന കാര്യം ഇത്രയും കാലം ടോട്ടൽ ഉണ്ട്, ഹയസ്റ്റ് ടോട്ടൽ. അതും കാലങ്ങൾക്ക് ശേഷം ഒരു സീസണിൽ തന്നെ 3 പ്രാവശ്യം തകർത്തത് ഹയസ്റ്റ് ടോട്ടലൊക്കെ. അങ്ങനത്തെ ഇരിക്കുമ്പോൾ ഈ സീസൺ കപ്പടിക്കുക എന്നുള്ളതിൽ നമ്മളൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫാൻസിൻ്റെ രൂപം മാറി. കുറച്ച് കാലം മിണ്ടിരുന്നില്ല ഫാൻസ് സോഷ്യൽ മീഡിയയിൽ. ഞങ്ങളൊന്നും പറയണില്ല സീസൺ കഴിയട്ടെ എന്നുള്ളതല്ലേ. കുറച്ച് നേരം ഫാൻസ് അച്ഛനാക്കാൻ തുടങ്ങി. വീണ്ടും ഒരു പഴയൊരു പ്രതാപത്തിലേക്ക് RCB തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ യൂണിയൻ 90 വർഷത്തിന് ശേഷമാണ് യൂണിയൻ സെൻറ്റ് ജൂലീസ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ചെയ്യുന്നുണ്ട്, കപ്പടിക്കുന്നുണ്ട്. പിന്നെ തന്നെ ഈ UCL അടിച്ച PSG ഇത്രയും കാലം മേജർ ട്രോഫികളൊക്കെ അടിച്ചിരുന്നു. UCLലേക്ക് മാത്രം PSG എത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ എല്ലാവരും അടിക്കുന്ന പ്രതീക്ഷ സീസണാണ് ബയേണിനായിട്ട് ഫൈനൽ ഉണ്ടായ സീസൺ. പക്ഷെ അക്കൊല്ലം അന്ന് നെയ്മർ പരിക്ക് വെച്ചിട്ടും കളിക്കാറങ്ങി പിന്നീട് പരിക്ക് വെച്ച് വീണ്ടും കയറി. നെയ്മറിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് UCL സൈഡിൽ കൂടെ ഇങ്ങനെ ഫോണൊരു ഫോട്ടോ. പിന്നെ ഈ സീസൺ മെയിനായിട്ട് ഓർക്കപ്പെടാം ഈ കപ്പുകൾ അടിച്ചതിനെ പോലെ തന്നെ മെയിൻ ടീമുകളുടെയൊക്കെ ദുരന്ത വർഷം കൂടി ഇരുന്നത് ഒരു സീസൺ. റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന പ്രതാപകളെ തകർത്തടിച്ചൊരു സീസൺ ആയിരുന്നു ശരിക്കും. കാരണം ബദ്ധവൈരികളായ ബാഴ്സലോണ തന്നെ ഏറ്റുമുട്ടി എല്ലാ കളികളിലും തകർത്തു, എല്ലാ കളികളിലും തോറ്റു. അപ്പോൾ ഈ പിന്നൊന്ന് ഇങ്ങനത്തെ മെയിൻ ടീമുകളിലെ മെയിനായിട്ടുള്ള പ്ലേയേഴ്സിനൊക്കെ പരിക്ക് പറ്റാം, അങ്ങനെയുള്ള ഒരുപാട് ഇതൊക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു സീസൺ സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു, ഒരു കാത്തിരിപ്പിന് ഒടുവിൽ ഒരു വസന്തം വിടർന്നു വരുന്നത് പോലെ ഇങ്ങനെ ഞങ്ങളുടെ എല്ലാ ടീംസും ഇങ്ങനെ കപ്പടിച്ചു. ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സ് ആണത്. 2014 കേരള ബ്ലാസ്റ്റേഴ്സ് ഇത് ബ്ലാസ്റ്റ് ആയിരിക്കും എന്നുള്ള പോലെ തന്നെ കാത്തിരിക്കുകയാണ് നമ്മൾ ഇനി അടുത്ത വർഷം. എല്ലാവരും പറഞ്ഞത് ഈ സീസൺ കഴിഞ്ഞു, പക്ഷേ ISL സീസൺ തുടങ്ങാൻ പോകുള്ളൂ 2025. അപ്പം കാത്തിരിപ്പാണ് നമ്മളുടെ. കാരണം കപ്പടിക്കുമോ എന്നുള്ളത് നമുക്കും അറിയില്ല, കപ്പടിക്കണം എന്നുള്ളതാണ്. പിന്നെ രാജ്യാന്തര കളികളിന് ബ്രസീലിലൊരു തിരിച്ചുവരവ് കാണാനുണ്ടെന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ആൻസിലോട്ടി കൊണ്ടെത്തിയോടുകൂടി സാബി അലോൺസോയോട് റയൽ മാഡ്രിഡ്. അപ്പോൾ ഈ കപ്പടിച്ച ടീമുകളൊക്കെ ഇനിയും കപ്പടിക്കേണ്ടതുണ്ട്, തിരിച്ചു വരേണ്ടത്. അപ്പോൾ ഇനിയുള്ള വസന്തത്തിനായി ഫുട്ബോൾ പ്രേമികളും അതിനെ കായിക പ്രേമികളും കാത്തിരിക്കുകയാണ്. ഇനിയും ഒരുപാട്
വിജയങ്ങൾ ഉണ്ടാവും, ഇനി ഒരുപാട് കപ്പുകൾ വരും എന്നുള്ളതിലൂടെ നമ്മൾ